സോ ഹായ് ഓൾ, വെൽക്കം ടു റേസ് ഏഗൻ. നിങ്ങളുടെ സ്വന്തം ഏക്കയാണ്. നോക്കടാ, നമ്മളെ മെയിൻ എക്സാമിനുള്ള സൗണ്ടില്ലേ ആ ഒരു ചാപ്റ്റർ നല്ല ഭംഗിയായിട്ട് വൺ ഷോട്ട് ആയിട്ട് പഠിക്കാൻ പോവാണ്. സെറ്റായിട്ട് കൂടെ കൂടിക്കോ. നിങ്ങൾ ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തുടങ്ങിയാലോ? സോ വി ഓൾറെഡി നോ ദാറ്റ് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ശരിയല്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയാണ്? സൗണ്ടിലൂടെയാണ്. ശരിയല്ലടാ? അതേപോലെ നമ്മുടെ സറൗണ്ട്സിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങളുണ്ട്, ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങളുണ്ട്. ശരിയല്ലേ? സോ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെക്കുറിച്ച്, ഈ ശബ്ദം എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒരു കാര്യം ചെയ്യുമോ എല്ലാവരും? ഇവിടെ തൊട്ടോ ആൻഡ് സേ സംതിങ്. ഒരു പാട്ടാക്കാം. എങ്ങനെയുണ്ട്? നല്ല വൃത്തിയുണ്ടോ? അങ്ങനെയല്ല, നിങ്ങളിങ്ങനെ ഇവിടെ തൊട്ടപ്പോൾ നമ്മുടെ സൗണ്ട് ഇങ്ങനെ വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാവുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് സൗണ്ട്? വൈബ്രേഷൻ കോസ് സൗണ്ട്. കമ്പനങ്ങളാണ് ശബ്ദത്തിന് കാരണം. അറിയാലോ? യെസ്. ഇനി ഒരു ചെറിയ ചോദ്യം, ഇത് എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് ഈസ് എ ഡാഷ് വേവ്. ശബ്ദം ഒരു ഡാഷ് തരംഗമാണ്. എന്ത് തരംഗമാണ്? എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വാക്കത്ത് കൂടി സൗണ്ട് എന്ത് ചെയ്യില്ല? പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. സൗണ്ട് മസ്റ്റ് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശരിയല്ലേ? അപ്പോൾ സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമുള്ള ഒരു തരം തരംഗമാണെന്ത്? ശബ്ദം എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കുക. അതെന്താണ്? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഏത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് ആർ പ്രൊഡ്യൂസ് സൗണ്ട് ആർ നോൺ ആസ്. അതായത് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ഡാഷ്. ഒന്നും ചിന്തിക്കേണ്ട, ശബ്ദ സ്രോതസ്സുകളാണ് അല്ലേ? അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് സൗണ്ട് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ നമുക്ക് ചുറ്റുപാടിലും ഒരുപാട് ശബ്ദ സ്രോതസ്സുകളുണ്ട്. നമുക്കവയെ നാച്ചുറൽ സോഴ്സുകളെന്നും മാൻമെയ്ഡ് എന്നും, അതായത് പ്രകൃതിയാലുള്ളതെന്നും മനുഷ്യനിർമ്മിതമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ തരംതിരിക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിപ്സ്, ചെണ്ട, ഫ്ലൂട്ട്, തബല, വയലിൻ, വോക്കൽ കോഡ്, സൗണ്ട് ഓഫ് ബേർഡ്സ്. ഇതിൽ സൗണ്ട് ഓഫ് ബേർഡ്സ്, വോക്കൽ കോഡ്, ലിപ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എന്താണ്? നാച്ചുറൽ സൗണ്ട്സ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? മാൻമെയ്ഡ് ആണ്. സോ ഇത്തരം ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം എക്സാമിന് ഉറപ്പാണ്. ഞാൻ ആദ്യം ആൻസർ അങ്ങോട്ട് പറയാം. ഇതാണ് ആൻസർ. ഇതാണ് ശരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ സാറേ ചോദ്യമല്ലെന്ന്. കേട്ടോ. When a body is set to vibration, it vibrates with a particular frequency of its own frequency is known as dash. അതെന്താണ്? അതാണ് ചോദ്യം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിൻ്റെതായ പ്രത്യേക ആവൃത്തിയിൽ കമ്പനം ചെയ്യും. ഈ ആവൃത്തിയെ ആണ് അതിൻ്റെ ഡാഷ് എന്ന് വിളിക്കുന്നത്. എന്താണത്? മക്കളെ പഠിച്ചു വെക്കുക. നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഡു യു മീൻ ബൈ നാച്ചുറൽ ഫ്രീക്വൻസി? സ്വാഭാവിക ആവൃത്തി എന്നാൽ എന്തെന്നായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ ചോദിക്കും. ആൻസർ എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് മെയ്ഡ് ബൈ ദ ബോൾ വെൻ ഇറ്റ് ഈസ് സ്റ്റക്ക് ബൈ എ സ്റ്റിക്ക് ഈസ് 88 ഹെർട്സ്, വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ബോൾ? അതായത് ഒരു വടിയെടുത്ത് ഒരു ചെറിയൊരു ബോളിൻ്റെ പോലെ ടക്കുന്ന് അടിയടിച്ചു, മെല്ലെ പതുക്കെ. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തു. എത്രയാണ് വൈബ്രേറ്റ് ചെയ്തത്? 88 ഹെർട്സിലാണ്. അപ്പം അതിൻ്റെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി എത്ര എന്നാ ചോദ്യം. മക്കൾ ഒന്നും ചിന്തിക്കേണ്ട, 88 ഹെർട്സ് ആയിരിക്കും. കേട്ടോ. കാരണം നമ്മളതിന് വലിയ പ്രശ്നമൊന്നും കൊടുത്തില്ല, പതുക്കെ തട്ടിയതാണ്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തു. 88 ഹെർട്സിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതെന്താണ്? അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, സ്വാഭാവിക ആവൃത്തിയാണ്. പഠിച്ചു വെച്ചല്ലോ? ഓക്കെ അല്ലേ? ഞാൻ വേറെ ഇത് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ ഹായ് ഓൾ, എന്തൊക്കെയാണ് വിശേഷം, അങ്ങനെ സംസാരിക്കുക. പക്ഷെ എനിക്ക് കുറേ ദൂരെ ഒരാളുണ്ട്, അയാളോട് നമ്മൾ സംസാരിക്കുക, എടാ എവിടെയാണോ ഉള്ളത്, അങ്ങനെയല്ലേ ചോദിക്കുക. ഇനി സ്വകാര്യം പറയുകയാണെങ്കിലോ നമ്മൾ ഉറക്ക സ്വകാര്യം പറയുമോ? പതുക്കല്ലേ സ്വകാര്യം എങ്ങനെ പറയാം. സോ നമ്മൾ പലപ്പോഴും നമ്മുടെ ശബ്ദങ്ങളെ പല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? നാച്ചുറലി ആയിട്ടുള്ളത്. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഡീലാണല്ലോ? ഓക്കെ അല്ലേ?
യെസ്, മുന്നോട്ടേക്ക് പോവാം. ഇതേപോലൊരു ചോദ്യം മസ്റ്റ് ആണ്. വി ഓൾറെഡി നോ ദാറ്റ് നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ്. ഇതേപോലെ ടേബിൾ തരും, അത് ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കും. ഇക്വേഷൻ പഠിച്ചു വെക്കണം. എഫ് ഈസ് ഈക്വൽ ടു n/t ആണ് അല്ലേ. ആദ്യ ക്വസ്റ്റ്യൻ എന്താ കാണാനുള്ളത്? ടൈമാണ് കാണാനുള്ളത്. അപ്പൊ ടൈം കാണാൻ എന്ത് ചെയ്യണം? ടൈം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സിനെ ടൈമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ടൈമിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? ടൈം ഈസ് ഈക്വൽ ടു n/f എന്നാണ് കിട്ടുക. ഇവിടെ n എത്രയാണ്? 10 ആണ്. 10 എത്രയാണ്? ഫ്രീക്വൻസി 2 ആണ്. 10/2 = 5 സെക്കൻഡ് എന്നാണ് ഒന്നാമത്തിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? ഇത്തരം ചോദ്യം ഉണ്ടാവും, മറക്കരുത്. 5 സെക്കൻഡ് ആണ് ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു n/t ഇക്വേഷൻ വാല്യൂ എടുക്കാൻ പോവാണ്. n എത്രയാടാ? n-ന്റെ വാല്യൂ 15 ആണ്. സോ 15/t 3 സെക്കൻഡ്. സോ വി ഗെറ്റ് 5 അല്ലേ. 5 ഹെർട്സ് ആണ് അല്ലേ. 5 3 15 5 ഹെർട്സ് കിട്ടിയില്ലേ. ഇനി എന്താ കാണാൻ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് വൈബ്രേഷൻ കാണാൻ ചോദിച്ചു. ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ n/t ആണ്. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? n-നെ കാണണം, t-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? f × t ഈസ് ഈക്വൽ ടു n എന്നാണ് കിട്ടുക. സോ വി നോ ദാറ്റ് n ഈസ് ഈക്വൽ ടു ft. സോ ഫ്രീക്വൻസി 4, ടൈം എത്രയാണ്? 5. സോ 20 നമ്പർ ഓഫ് ഓസിലേഷൻസ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇത്തരം ഒരു ചോദ്യം എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ഫ്രീക്വൻസി? നോക്കൂ, ഒരു പെൻഡുലത്തിൻ്റെ നീളം കൂടുന്നു അല്ലെങ്കിൽ നീളം കുറയുന്നു. അപ്പോൾ അതുമായി ഫ്രീക്വൻസിയുമുള്ള ബന്ധം ചോദിക്കുന്നത്. നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന കാര്യമാണ് എഫ് ഈസ് ഈക്വൽ ടു n/t ആണ്. അതായത് നമ്പർ ഓഫ് ഓസിലേഷനും ഫ്രീക്വൻസിയും എന്താണ്? നേരനുപാതത്തിലാണ്. നമ്പർ കൂടിക്കഴിഞ്ഞാൽ ആവൃത്തിയും എന്താവും? കൂടും. ഇവിടെ നോക്കണേ, ഞാൻ ഈ ഒരു ചെറിയ പെൻഡുലം ഇങ്ങനെ ആട്ടുന്നു, അതേപോലെ വലിയ പെൻഡുലം ആട്ടുകയും ചെയ്യും. സോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ വലിയ പെൻഡുലം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ശരിയല്ലേ? സോ ഞാൻ പറഞ്ഞ കേട്ടെ, ഈ വലിയ പെൻഡുലം ഉണ്ടല്ലോ, ഇതിങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ചെറിയ പെൻഡുലം ഒരു വൈബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇവൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴോ ഇവൻ രണ്ടാമത്തെ വൈബ്രേഷനും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവൻ മൂന്നാമത്തെ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യും. തിരിച്ചും കൂടെ എത്തണ്ടേ? എത്തുമ്പോഴത്തേക്ക് ഇവൻ നാലാമത്തെ വൈബ്രേഷനും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവൻ ഒരു സെക്കൻഡിൽ 4 വൈബ്രേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഇവനോ ഒരു വൈബ്രേഷനോ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എന്താ മനസ്സിലായത്? പെൻഡുലത്തിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താവും? കുറയും അല്ലേ. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്യും, ഫ്രീക്വൻസി കുറയാണ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. സോ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ചോദ്യമാണ് ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ, മനുഷ്യന്റെ ശ്രവണ പരിധി. പഠിച്ചു വെക്കണം, ഇത് എക്സാമിന് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ 20,000 എന്നുള്ളത് 20 കിലോ ഹെഡ്സ് എന്ന് കാണാറുണ്ട്. ഇത് രണ്ടും ഒന്നാന്ന് മനസ്സിലാക്കി വെക്കുക. 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ആണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ചെവിൻ്റെ ഉള്ളിലുള്ള ഇയർഡ്രം അല്ലെങ്കിൽ ടിംപാനം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അത് മിനിമം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 ഓസിലേഷനെങ്കിലും എത്തണം. അതതിൻ്റെ കൺസെപ്റ്റ്. അപ്പം നമ്മുടെ സറൗണ്ടിങ്സിൽ 20 വൈബ്രേഷനിലും കുറേ സൗണ്ട്സ് ഉണ്ടോ? ഉണ്ട്. അത്തരം സൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് നമുക്ക് പഠിക്കാനുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. എന്താ വിളിക്കുക? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് വിളിക്കുന്നത്. നമുക്കത് ഓഡിബിൾ അല്ല. ഇനി നമ്മുടെ ടിംപാനം ഒരു സെക്കൻഡിൽ 20,000-നെക്കാട്ടും കൂടുതൽ ടൈംസ് വൈബ്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അത്തരം സൗണ്ടുകൾക്ക് വിളിക്കുന്ന കപ്പാസിറ്റി ഇല്ല. സോറി, പറഞ്ഞു മാറിപ്പോയി. കപ്പാസിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമുക്ക് അത്തരം സൗണ്ട്സ് കേൾക്കാൻ പറ്റില്ല. അത്തരം സൗണ്ട് വിളിക്കുന്ന പേരാണെന്ത്? അൾട്രാസോണിക് സൗണ്ട്. ഡീലാണോ? അപ്പം നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ടുകൾ എന്ത്? അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും. ഓഡിബിൾ റേഞ്ച് ഇതാണ്. ഇത് മൂന്നും എക്സാമിന് ചോദിക്കും. ദ സൗണ്ട് വേവ് ഹാവിംഗ് ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ്, 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയാണെങ്കിൽ ഇൻഫ്രാസോണിക്. ദ സൗണ്ട് വേവ് ഹാവിംഗ് ഫ്രീക്വൻസി എബോ 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ്, അതാണ് എന്ത്? അൾട്രാസോണിക് സൗണ്ട്സ്. നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. 20,000 ഹെഡ്സിന് മുകളിൽ
ആവൃത്തി. ഡീലാണേ. സോ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഒരു ചോദ്യം, നെയിം ദ സൗണ്ട് ഓഫ് ഫ്രീക്വൻസി ബിലോ ഹെഡ്സ് ആൻഡ് എബോ 20,000 ഹെഡ്സ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും. അടുത്തത്, ഡേഷ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എൻ എർത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഏത് സൗണ്ടാണ് ഉണ്ടാവുക എന്ന ചോദ്യം. മക്കളത് ഇൻഫ്രാസോണിക് സൗണ്ടാണ്, നമുക്കത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ജീവികളുണ്ട്. നമ്മളെ കേട്ടതല്ലേ നമ്മൾ പിന്നെ സുനാമിക്ക് ഉണ്ടായ സമയത്ത് കടൽത്തീരത്തുണ്ടായ പശുക്കൾ, പട്ടികൾ, അതായത് ജീവജാലങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്? ആ സുനാമി വരുന്ന സൗണ്ട്, സുനാമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഭൂകമ്പ ഫലമായിട്ടാണ് സുനാമി ഉണ്ടാവുന്നത്. ആ സൗണ്ട് ആര് കേട്ടു? ഈ ജീവികൾ കേട്ടു. അവർക്ക് അപകട സാധ്യത മനസ്സിലായി, അവർ ഓടി രക്ഷപ്പെട്ടു. പൂച്ചകളൊക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞതാണ്. തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കളൊക്കെ കയറി പൊട്ടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മനുഷ്യന്മാരെ നമുക്കത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ആൾക്കാർ സുനാമിൻ്റെ സമയത്ത് തട്ടിപ്പോയി. ക്ലിയർ ആണോ? ഓക്കെ, പഠിച്ചു വയ്ക്കാം. ഇനി അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ 2 ഉപയോഗങ്ങൾ, 1ഉം 2ഉം അല്ല, ഒരുപാട് യൂസുകളുണ്ട്. നോക്കൂ, നിങ്ങൾ സോണാർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോണാർ എന്താ? സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് ആണ്. ഒരു ഷിപ്പിൽ നമ്മളിങ്ങനെ 2 ഡിവൈസ് വെക്കും, ട്രാൻസ്മിറ്ററും റിസീവറും. ഇത് വെച്ചിട്ട് കടലിൻ്റെ ആഴം അളക്കാനും അതേപോലെ കടലിൻ്റെ അടിയിലുള്ള ചിത്രങ്ങൾ എടുക്കാനും, ടു ടേക്ക് ദ പിക്ചേഴ്സ് ആൻഡ് അനലൈസ് ദ ഓർ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് സീ. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ സോണാർ ഉപയോഗിക്കുന്നത്. കൂടാതെ മറ്റൊരു യൂസാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അൾട്രാസോണോഗ്രാഫി. കേട്ടിട്ടുണ്ടോ? അൾട്രാസോണോഗ്രാഫി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാഫി ഉണ്ട്. ഇത് 2ഉം എന്തിന് ഉപയോഗങ്ങളാണ്? നമ്മുടെ അൾട്രാസോണിക് സൗണ്ടിന് ഉപയോഗങ്ങളാണ്. ഇത് നമ്മളെവിടെ ഉപയോഗിക്കാൻ കാണിച്ചു തരാം. എക്കോ കാർഡിയോ കേട്ടിട്ടുണ്ട്? ഇതാണ് ECG എന്ന് പറയുന്ന സംഭവം. കാർഡിയോ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫി. അതേപോലെ അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രഗ്നൻ്റ് ആയ ലേഡീസിനൊക്കെ പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ നോക്കൂലേ, അതിനൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉരച്ച് നോക്കി ചെയ്യുക. അതാണ് എന്ത്? അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. വേറെയും കുറേ ഉണ്ട്, നമുക്കത് വഴിയെ സംസാരിക്കാനുണ്ട്. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു ചോദ്യമാണ്, ക്യാൻ വി ഹിയർ എ സൗണ്ട് ഫ്രം ഗാൽട്ടൺ വിസിൽ ഹാവിങ് എ ഫ്രീക്വൻസി 30,000 ഹെർട്സ്? എന്താ ഗാൽട്ടൺ വിസിൽ? നമ്മുടെ പട്ടികളെ പരിശീലിപ്പിക്കുന്ന, ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ടൈപ്പ് വിസിലാണത്. ഈ വിസിൽ അടിക്കുമ്പോൾ ഡോഗ്സിന് കേൾക്കാൻ സാധിക്കും, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? സൗണ്ട് വേവിന് ഫ്രീക്വൻസി ഒക്കെ 30,000 ഹെർട്സ് ആണ്, കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം എങ്ങനെയാണ്, എന്താണ് എക്കോ ലൊക്കേഷൻ? നിങ്ങൾ കേട്ടതായിരിക്കും, അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആര്? വവ്വാൽ, ബാറ്റ്സ്. ഈ ബാറ്റ്സ് രാത്രി കാലങ്ങളിൽ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താണ് സഞ്ചരിക്കുന്നത്. ലൊക്കേഷൻ മനസ്സിലാക്കുക എന്ന് പറയാം. അതുകൊണ്ട് ഈ പേര് എക്കോ ലൊക്കേഷൻ. ബാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അൾട്രാസോണിക് സൗണ്ട് ആൻഡ് ദേ ട്രാവൽ ഈസിലി അറ്റ് നൈറ്റ് ബൈ യൂസിങ് എക്കോ ലൊക്കേഷൻ. ഓക്കെ, ഫിനോമിന മനസ്സിലായല്ലോ. ഈ ഒരു അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിച്ച് അത് തിരിച്ചു വന്നിട്ട് അത് റിസീവ് ചെയ്ത് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളോടൊക്കെ മനസ്സിലാക്കുക ചെയ്യുക. ഡീലാണല്ലോ. സോ അതാണ് എക്കോ ലൊക്കേഷൻ, മനസ്സിലാക്കി വെക്കുക. അതേപോലെ കേൾവി ശക്തി ഇല്ലാത്ത മനുഷ്യന്മാർ ഉണ്ടല്ലോ, നമ്മുടെ സർവീസ് കുറേ ആൾക്കാരുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അവർക്ക് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതേപോലെ സ്പീക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപകട സാധ്യത കൂടുതലാണ്. നമ്മൾ പലപ്പോഴും പല അപകടങ്ങളും എങ്ങനെ മനസ്സിലാക്കുക? ഒരു സൗണ്ടൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണല്ലേ. അവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവരെ ബാധിക്കും. അത് മനസ്സിലാക്കി വെക്കുക. സോ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്ഥായിയും ഉച്ചതയും എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ 2 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഈ പിച്ച്, ലൗഡ്നെസ്. പിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരെ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ തുളച്ച് കയറൂലേ. ഞാനെങ്ങനെയാണ് പറയാറുള്ളത്, ഈ പെൺകുട്ടികളുടെ സൗണ്ട് എങ്ങനെയാണ്? ഭയങ്കര പിച്ചുള്ള സൗണ്ടാണ്, നമ്മുടെ ചെവിയിലേക്ക് തുളച്ച് വരും. കൊതുകിൻ്റെ സൗണ്ട്, ചീവിൻ്റെ സൗണ്ടൊക്കെ അല്ലേ, ചുമ്മാ പറയാണ്. അതേപോലെ മറ്റൊരു തരം സൗണ്ടാണ് ചിലങ്കയുടെ ശബ്ദം, ഗിറ്റാറിൻ്റെ സൗണ്ട്. ഇതൊക്കെ എന്താണ്? പിച്ച് കൂടിയ സൗണ്ട്സ് ആണ്. ഇനി സെയിം സിറ്റുവേഷൻ നമ്മൾ ബോയ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും, ബോയ്സിന് നല്ല എന്താ പറയുക, കട്ടിയുള്ള സൗണ്ട് ആയിരിക്കണം അല്ലേ. സിംഹത്തിൻ്റെ ഗർജനം, കടുവയുടെ മുരൾച്ച, ഇനി വേണേൽ പറയാൻ പറ്റും നമ്മുടെ പോത്തിൻ്റെ അമറലല്ലേ, അതൊക്കെ ബോയ്സിൻ്റെ സൗണ്ടുമാണ്. പിച്ച് കുറഞ്ഞ സൗണ്ട് എന്ന് പറയും. ഗേൾസിന് പിച്ച് കൂടുതലായിരിക്കും, സ്ഥായി കൂടുതലായിരിക്കും.
അല്ലെങ്കിൽ ഷ്രിൽനെസ് കൂടുതലായിരിക്കും. സോ ഇങ്ങനെ പറഞ്ഞാൽ മതി, കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണെന്ത്? സ്ഥായി അല്ലെങ്കിൽ പിച്ച്. ദ ഷാർപ്പ്നെസ് ഓഫ് ദ സൗണ്ട് ഹിയർഡ് ഈസ് ദ പിച്ച്. ക്ലിയർ ആണല്ലോ? സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത പോയിന്റ് ആണ് ഏത്? ഈ രീതിയിൽ ചിലങ്ക, വിസിലിൻ്റെ ഒക്കെ സൗണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്താണ് എന്ത്? ലോ പിച്ച് സൗണ്ടും ഹൈ പിച്ച് സൗണ്ടും. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി കൂടുന്ന സൗണ്ടാണെന്ത്? ഹൈ പിച്ച് എന്ന് പറയും. ഇത് ആരുടെ സൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഗേൾസിൻ്റെ സൗണ്ടുമായിട്ട്. ഇത് ബോയ്സിൻ്റെ സൗണ്ടുമായിട്ടാണ്. ഇത് ബാസ് കൂടിയ സൗണ്ട് എന്നാണ് പറയുക. ഇവരെ ട്രെബിൾ സൗണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് പഠിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താണ് ഇതേപോലെ തന്നതിന് ശേഷം ടേബിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ടേബിൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളത് അനലൈസ് ചെയ്തിട്ട് കൃത്യമായി ചെയ്യാൻ പറ്റും. കാരണം തുളച്ചു കയറുന്ന ശബ്ദങ്ങളൊക്കെ എന്തായിരിക്കും? പിച്ച് കൂടിയ ശബ്ദങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്താണ് എന്ത്? ലൗഡ്നെസ്. എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ല കേൾക്കുന്നത്. ചില ആൾക്കാർ നന്നായിട്ട് കേൾക്കാൻ സാധിക്കും, ചില ആൾക്കാർക്ക് കേൾവി ശക്തി കുറവായിരിക്കും. ശരിയല്ലേ? ചില ആൾക്കാർ, ചില ടീച്ചേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾ പിറകോട്ട് തന്നെ കുശു കുശു ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ അറിയുമ്പോഴേക്ക് വരും ആരടാ സൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാറില്ലേ? അവർക്ക് നല്ല ഘ്രാണശക്തി ആയിരിക്കും. ഓക്കെ, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവമാണെന്ത്? ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്. ഇവിടെ ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട്. ലൗഡ്നെസ് ഈസ് ദ മെഷർ ഓഫ് ഓഡിബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഇത് പല ആൾക്കാർക്കും പലതായിരിക്കും. നമ്മുടെ ചെവിയുടെ ഷേപ്പില്ലേ, ചില ആൾക്കാർ ചെവി ഇങ്ങനെ ഉണ്ടാവുക, ചില ആൾക്കാർ ചെവി ഇങ്ങനെ പെരകോട്ടേക്ക് ഉണ്ടായിരിക്കും, ചില ആൾക്കാർ ചെവി ഇങ്ങനെ ആനച്ചെവി പോലെയൊക്കെ. എൻ്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചെവിയുടെ ഷേപ്പ് മാറുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന എബിലിറ്റിയും മാറും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ദിസ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ മെയിൻലി ഓൺ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ദ സെൻസറി എബിലിറ്റി ഓഫ് ദ ഇയർ. അതായത് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് പഠിക്കണം, ഡെസിബലാണ്. ഡെസിബൽ മീറ്റർ ആണ് എന്തിനുപയോഗിക്കുന്നത്? ഇത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ മറ്റൊരു ചോദ്യം, ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റാണ് ചോദിക്കുന്നത്. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡെസിബെല്ലാണ്, ഡി ബി എന്നാണ് പറയുക. ഡെസിബെല്ലാണ് എന്ത്? നമ്മുടെ ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ്. ഇനി നമ്മുടെ അവസാന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, നോയ്സ് ആൻഡ് മ്യൂസിക്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിത്യ ജീവിതത്തിൽ കേൾക്കുന്ന പല ശബ്ദങ്ങളും മ്യൂസിക് ആയിട്ടും നോയ്സ് ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മർമറിങ് നടത്താറില്ലേ? ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശു കുശു സ്വകാര്യങ്ങൾ പറയും. നിങ്ങൾക്കത് ഭയങ്കര മ്യൂസിക്കാണ്, കാരണം കേൾക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ക്ലാസ്സിലെ ടീച്ചർക്കോ ഇറ്റ്സ് എ നോയ്സ് അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നല്ല വോളിയത്തിൽ സൗണ്ടൊക്കെ വെച്ച് തുള്ളി കളിക്കും, ഡാൻസൊക്കെ കളിക്കും. നിങ്ങളുടെ പാരൻസ് കേൾക്കുമ്പോൾ തന്നെ ഓൻ തുടങ്ങിയിട്ട് രാവിലെ തന്നെ അങ്ങനെ പറയാറില്ലേ? സോ ആ രീതിയിൽ പല ആൾക്കാർക്കും മ്യൂസിക്കും നോയ്സും ഒരേ സൗണ്ട് തന്നെ നോയ്സ് ആയിട്ടും മ്യൂസിക് ആയിട്ടും ഫീൽ ചെയ്യും. ഒരു മരണ വീട്ടിൽ നിങ്ങൾ പോയിട്ട് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പാട്ട് കൂട്ടുവന്നു, എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിലും ആ പാട്ട് ആ സിറ്റുവേഷനിൽ എന്താണ്? നോയ്സ് ആണ്. ക്ലിയർ ആണല്ലോ? സോ പഠിച്ചു വെക്കുക. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് റെഗുലർ വൈബ്രേഷൻസ് ആൻഡ് വിച്ച് ഈസ് പ്ലസൻറ്റ് ടു ഹിയർ. കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണെന്ത്? മ്യൂസിക്. അതേപോലെ അൺപ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഇറഗുലർ സൗണ്ടാണെന്ത്? നോയ്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്രമരഹിതമായ കമ്പനങ്ങളായിരിക്കും, ഭയങ്കരമായിട്ട് നമുക്ക് എന്തുണ്ടാക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് നോയ്സ് പൊല്യൂഷൻ? പൊല്യൂഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ ആയി കഴിഞ്ഞാലും എക്സസ് എമൗണ്ട് ആയി കഴിഞ്ഞാൽ അത് നോയ്സ് ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട്, കൊച്ചു സൗണ്ട് കേട്ടാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറക്കം വരില്ല. ചില ആൾക്കാർക്ക് പഠിക്കുന്ന സമയത്ത് എന്തേലും ഒരു ശബ്ദം കേട്ടാൽ എന്ത് സംഭവിക്കും? ക്ലിയർ ആവില്ല, പഠിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പം എന്ത് സൗണ്ട് ഒക്കെ കണക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നോയ്സ് പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. പ്രസൻസ് ഓഫ് എക്സസീവ് ഓർ അൺവാണ്ടഡ് സൗണ്ട്സ് ഇൻ ദ എൻവിറോൺമെൻറ്റ് ഈസ് കോൾഡ് നോയ്സ് പൊല്യൂഷൻ.
പരിസ്ഥിതിയിൽ അമിതമായതോ അനാവശ്യമായതോ ആയ ശബ്ദങ്ങളുടെ സാന്നിധ്യമാണെന്ത് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ നോയിസ് പൊല്യൂഷൻ മൂലം നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അല്ല എവിടെയൊക്കെ ഉണ്ടാവുമെന്ന് പഠിക്കാനുണ്ട്. ട്രാഫിക് ജാമിൽ, അല്ലെങ്കിൽ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ, ഈ മെഷീൻസ് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത്, ലൗഡ് സ്പീക്കർ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒക്കെ എന്താ ഉണ്ടാവുന്നത്? നോയിസ് പൊല്യൂഷനാണ്. ഇത് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കുക, അതേപോലെ വലിയ മെഷീനറീസ് ഒക്കെ എവിടേക്ക് മാറ്റുക, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക, കുറച്ച് ഉള്ളോട്ടേക്ക് ഉള്ളേരിയയിൽ മാറ്റി വെക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എയർ ഹോൺസ് ഒഴിവാക്കുക ഒക്കെ നിങ്ങൾ കേട്ടതാണ് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നല്ല സൂപ്പർ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. നല്ല ഒരു മാർക്കിന് ചോദിക്കുന്ന ഏരിയ കൂടിയാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ വർഷത്തെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ 9ൽ പോകുന്ന കുട്ടികളാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, കുറച്ച് കട്ടിയാണ് ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മുടെ റേസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അറിയിക്കുക. സോ നമ്മൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ഷെയർ ചെയ്യ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണട്ടെ കേട്ടോ. സോ ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് എക്സാമിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും മാരത്തോൺ ലൈവുകളൊക്കെ ആയിട്ടാണ്. സോ എല്ലാവരും കൂടെ നിൽക്കുക. നമുക്ക് അടിയിൽ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. വീണ്ടും കാണാം. ബൈ.